ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. ഇത് ശംഖുമുഖമാണ് കേട്ടോ, ശംഖുമുഖമാണ്. എൻ്റെ നേരെ ബേക്കിൽ കാണുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കൊട്ടാരമാണ്. എന്ന് വെച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ പത്മനാഭൻ ഇവിടെ വന്ന് ആറാടാനൊക്കെ വരുന്നതാണ്. ഇവിടെയാണ് ആറാട്ടിനൊക്കെ വരിക. ഉത്സവ സമയങ്ങളിലൊക്കെ ശംഖുമുഖത്ത് വന്ന് ആറാടും ചെയ്യും. അപ്പോൾ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കൊട്ടാരത്തിൽപ്പെട്ട പണ്ടത്തെ കൊട്ടാരമാണ് അത്. എൻ്റെ ബേക്കിൽ കാണുന്നുണ്ടോ? ഇപ്പോൾ അടഞ്ഞു കിടക്കാണ്. പണ്ടത്തെ ആ കുറേ വർഷം പഴക്കമുണ്ട് അതിന്. ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള കൊട്ടാരമാണ്. ഇപ്പം സെക്യൂരിറ്റി മാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ഉണ്ടെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു. അടഞ്ഞു കിടക്കുകയാണ്, പുറത്തൊന്നുമില്ല, അടഞ്ഞു കിടക്കുകയാണ്. വളരെ എന്താ പറയുക, അത് നല്ലോണം നോക്കുന്നൊന്നുമില്ല. ഇങ്ങനെ ഈ കടൽത്തീരത്തൊക്കെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നോക്കണില്ല. അത് വളരെ നാളായിട്ട് അടഞ്ഞു കിടക്കും. വളരെ നാളായിട്ട് അടഞ്ഞു കിടക്കുകയാണ് കൊട്ടാരം. സെക്യൂരിറ്റി മാത്രം ഉണ്ടെന്നാണ് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം, അതായത് കടലിൽ പോയിട്ട് മത്സ്യബന്ധനം ചെയ്യുന്ന ആളുകളുടെ വലയും വള്ളവും ഒക്കെ കിടക്കുന്ന സ്ഥലമാണ്. തൊട്ടടുത്തൊരു കോവർക്കഴുത നിൽപ്പുണ്ട്. ഇതാണ് കോവർക്കഴുത. ഈ കോവർക്കഴുത എന്നൊക്കെ പറയില്ലേ നമ്മൾ, ചിലപ്പോൾ തമാശയിലാണ് നിൽക്കുന്നത്. പിന്നെ വേറെ കുതിരയൊക്കെ ഉണ്ടെന്ന് തോന്നില്ല അവിടെ അപ്പുറത്ത് കാണുന്നത്. ഇത് കോവർക്കഴുതയാണ് കേട്ടോ. വയനാട്ടിൽ കോവർക്കഴുത ഇല്ല, അവിടുത്തെ ആകെ ഒരു കഴുതയാണ് ഞാൻ. അതെ, ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ. അവിടെ കുഞ്ഞു കോവർക്കഴുതയുണ്ട്. ഒരു കുഞ്ഞു കോവർക്കഴുതയുണ്ട്. അതാണത്. അവൻ പുറത്തൊക്കെ ഇറങ്ങിയാണ് തിന്നുന്നത്. കടൽ ശോഭത്തിലാണ്. വാ, ഇതിവിടെ ടൂറിസ്റ്റുകൾക്ക് റൺ ചെയ്യാനായിട്ട് ഇതിനെ ഇട്ടിരിക്കുന്നതാണ്. ഒരു ആളുകൾ വാങ്ങിച്ചിട്ട് അതിനെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇത് പെണ്ണാണിത്. ടിപ്പോ എന്താ അവര് മീൻ പിടിക്കണ, അവര് മീൻ പിടിക്കണേണ്. കണ്ട എന്താ മീൻ പിടിക്കണല്ല അവര്. നമ്മുടെ ആളുകള് പാവങ്ങള് കഷ്ടപ്പെടുന്ന മുങ്ങണയല്ല, അത് അങ്ങനെ വായ്പാണ്. എന്താ വള്ളമല്ലേ വലിക്കണേന്ന്, വല വലിക്കണേന്ന് മതി വള്ളത്തിലിരുന്ന്. അത് ആങ്കർ ചെയ്യും, 2 വഞ്ചി ആങ്കർ ചെയ്യും. എന്താ ആങ്കർ ചെയ്തിട്ടാണ് അവര് 2, 4, 6 പേരുണ്ട് ഒരു വള്ളത്തിൽ. ആ 6 പേരും കൂടി നിന്നിട്ട് വലിക്കണേ, അപ്പുറം ഇപ്പുറവും നിന്നിട്ട് വലിക്കണേണ്. കണ്ട അങ്ങനെ വലിച്ചാണ് എടുക്കണം മീൻ. എന്താ ഇതാണ് വള്ളം, മീൻ പിടിക്കുന്ന വള്ളമാണിത്. കണ്ട ഇനി ഇവര് സീസൺ ആകുമ്പോൾ കേറാ. ഈ സൈഡിൽ വാ, കണ്ട സീസൺ ആകുമ്പോൾ ഒരു മീൻ പിടിക്കും. ഒക്കെ വള്ളം ഒരു അപരാധ എന്ന് പറയുന്നത് പോലെ വള്ളത്തിലേക്ക് കയറാൻ പ്രാക്ടീസ് ചെയ്യണം, ഇല്ലെങ്കിൽ വള്ളത്തിയിട്ട് തല്ലിക്കൊല്ലണമെന്നാണ് ശാസ്ത്രം. ഇതിലാണ് ഒരു ഭക്ഷണം എന്ന് പറയുമ്പോഴേ ഇവരുടെ ഫുഡ് വെക്കുന്ന സ്റ്റോറേജ് ആണിത്. ഇതിലാണ് ഇവര് ഭക്ഷണം പാകം ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഗ്യാസ് സ്റ്റവ് ഉണ്ടാവും. അവർക്കുള്ള എന്താണോ പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ഐറ്റംസ്, അരി, മുളക് പൊടി, മഞ്ഞപ്പൊടി, അങ്ങനെയുള്ള പച്ചക്കറി കടലിൽ തന്നെ അവർ ചെയ്യും. അതിനൊരാളുണ്ടാവും. ഇവിടെയാണ് സ്രാങ്ക്, ഇവിടെയാണ് ഇതിൻ്റെ എൻജിൻ. അതായത് 2 എൻജിനാണ് ഇവിടെ വന്നത്. ഈ 2 എൻജിൻ വെച്ചിട്ടാണ് ഇവർ ഇത് ഓടിക്കുന്നത്. 350 ആയിരിക്കും ഒരെണ്ണം, 350 cc ആയിരിക്കും ഒരെണ്ണം. 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ 700 cc ആണ് ഇതിൽ വെക്കുന്നത്. ചിലവർ 900 വെക്കും.
ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ എൻജിന് ഒഴിക്കാനുള്ള പെട്രോള് ഐറ്റംസ് ഒക്കെ വെക്കുന്നത്. പിന്നെ അപ്പുറത്തെ ഷെൽഫിലാണ് അവരുടെ വെള്ളം, കുടിക്കാനുള്ള വെള്ളം ഒക്കെ ഉണ്ടാകുന്നത്. ചക്കു കയറാൻ വേണ്ടി ഒരുപാടായി ശ്രമിക്കുന്നത്, പക്ഷെ നടക്കുന്നില്ല. വള്ളത്തിൽ കയറണമെങ്കിൽ അതിനുള്ള ഒരു മരുങ്ങുണ്ട്, ആ മരുങ്ങിന് കയറാൻ പറ്റുള്ളൂ. വള്ളത്തിൽ കയറാനുള്ള ശ്രമത്തിലാണ്, പക്ഷേ എന്തോ നടക്കൂല എന്നുള്ളൊരു സംഭവത്തിലാണ് നിൽക്കുന്നത്. വള്ളത്തിൽ കയറിയേ അടങ്ങുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ് ചക്കു നിൽക്കുന്നത്. എന്തായാലും ശ്രമിച്ചുകൊണ്ടിരിക്കണേണ്. ജയിച്ചടാ, ജയിച്ചേ. വള്ളത്തിൽ പോയി മീൻ പിടിച്ചിട്ടോ ചെല്ലേ. അപ്പൊ ഇത് ആര് ഏതോ അവരില്ല, അത് നോക്കണേ. അവര് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടെ കടലിൽ കൊണ്ട് മുക്കിയിട്ട് വെള്ളം കുടിക്കും, എന്നിട്ട് മീനും കൊടുത്തു വിടും. നോക്കി വേട്ട, അവിടെ വെള്ളമാണ്, വലിയ വെള്ളമാണ്. എവിടെ അത് വേണേ കഴിക്കാം. അവര് ദൗത്യം അവള് പൂർത്തീകരിച്ചു, വള്ളത്തിൽ കയറി. പക്ഷെ കരയിൽ കിടക്കുന്ന വള്ളത്തിലാണ് കേട്ടോ കയറിയത്, കടലിൽ കിടക്കുന്ന വള്ളത്തിൽ ഇവള് കയറിയിട്ടില്ല. ഓക്കെ, കാല് പൊക്ക് അടി. ഓക്കെ, അപ്പൊ ഇറങ്ങുകയും ചെയ്തേ. കരല് വയനാട് ചാടി കിടന്നവളാണിവൾ. കടല് നല്ല ശക്തമായിട്ട് തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ രണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവര് പറഞ്ഞത് ഒരു സൈഡിൽ ഇറക്കവും ഒരു സൈഡിൽ കയറ്റവുമാണ് നിൽക്കുന്നത്. വേലി ഇറക്കവും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഭയങ്കരമായിട്ട് കടലിങ്ങനെ ശോഭിച്ചിങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കുന്ന സമയമാണിപ്പം. ശാന്തതയില്ല, പതിയല്ല തിരമാല വരുന്നത്, നല്ല ശക്തമായിട്ട് തന്നെയാണ്. പിന്നെ ഇവിടെ എന്തായിരുന്നു പറയാ, പ്രകടനം ഇങ്ങനെ, അതായത് ഇനി ഓഗസ്റ്റ് 15 പറഞ്ഞാൽ ഭയങ്കര പ്രകടനങ്ങളൊക്കെ നടക്കും. അതായത് ഹെലികോപ്റ്ററിൽ അതിൻ്റെ പ്രാക്ടീസും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നുണ്ട്, കുറച്ച് കിട്ടി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് കൊട്ടാരമാണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കൊട്ടാരത്തിൽപ്പെട്ട അതാണ്. അതെല്ലാം ആ കാണുന്നതല്ല, ഇതുവരെ അത് കൊട്ടാരത്തിൻ്റെയാണ് ആ സ്ഥലം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കൊട്ടാരത്തിൻ്റെ സ്ഥലമാണ്, കൊട്ടാരമാണ്, പഴയ കൊട്ടാരമാണത്. രാജാക്കന്മാരൊക്കെ ഇവിടെ വന്ന് വിശ്രമിക്കാനും ഒക്കെ ശാന്തി എടുക്കാനൊക്കെ വന്നിരിക്കുന്ന കൊട്ടാരമാണ്. ഇതാണ് ഈ കാണുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കൊട്ടാരത്തിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ പേരാണ് ബീച്ച് പാലസ്. ബീച്ച് പാലസ് അന്നകാലത്ത് അവര് റിലാക്സിങ്ങിന് വന്ന തമ്പുരാനും തമ്പുരാട്ടിയൊക്കെ റിലാക്സിങ്ങിന് അവരുടെ ഫാമിലിയൊക്കെ വന്ന് റിലാക്സ് ചെയ്യുന്നൊരു പാലസായിരുന്നു അന്ധകാലങ്ങളിൽ. പക്ഷെ ഇന്നിപ്പോൾ അത് ഇവിടെ സർക്കാർ ഏറ്റെടുത്തേക്കണോണ്ടിട്ട് സർക്കാരിൻ്റെ അണ്ടറിലാണ് നിൽക്കുന്നത്. ബീച്ച് പാലസ് എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് കതിർ മണ്ഡപമാണ്. അതായത് നൃത്യങ്ങള്, വിദ്യാലയം, പണ്ടത്തെ പഠനങ്ങള്, നൃത്യങ്ങള്, അതുപോലെ ആൾക്കാർക്ക് വന്ന് ഇരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കതിർ മണ്ഡപമാണ്. കല്ലിൽ തീർത്ത് കൊട്ടാരത്തിന്റെ, അന്നത്തെ കാലത്ത് കൊട്ടാരത്തിന്റെ ആളുകൾ പണിതിരിക്കുന്നതാണ് ഈ കതിർ മണ്ഡപം. കല്ലാണ്, വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട് ഈ കതിർ മണ്ഡപത്തിൽ. ഇതാണ് കണ്ട കൊട്ടാരത്തിന്റെ ആ പൈതൃകം ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഓടെല്ലാം ഇളകിപ്പോയിട്ടുണ്ട് കേട്ടോ. അന്നത്തെ കാലത്തെ കൊട്ടാരത്തിന്റെ പൈതൃകം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഓടുകളെല്ലാം ഇങ്ങനെ ഇളകിപ്പോയിട്ടുണ്ട്. കാരണം അത് ശരിക്കും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ പണികളൊക്കെ ചെയ്ത് കുറച്ച് പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. ആളുകൾക്ക് വിസിറ്റ് ചെയ്യാനൊക്കെ, അങ്ങനെ സന്ദർശിക്കാനൊക്കെ പറ്റും. പക്ഷെ ഇത് അങ്ങനെ ഒന്നും ആക്കിയിട്ടിട്ടില്ല, അതേപോലെ തന്നെ പൂട്ടിക്കിടക്കുകയാണ്. സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞത്, പക്ഷെ സെക്യൂരിറ്റീനെ ഒന്നും കാണുന്നില്ല. പിന്നെ തൊട്ട് ഫ്രണ്ടിൽ ഒരു എന്താ പറയുക, ഒരു ചെടിയുടെ ഒരു ചെടി ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്, 10 മണി ചെടി, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ബാക്കിയെല്ലാം കാട് പിടിച്ചൊക്കെ കിടക്കുകയാണ്. ശരിക്കും ഇത് അങ്ങനെ നോക്കുന്നൊന്നുമില്ല കേട്ടോ, ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇതാക്കും. ഇവിടെ നോക്കുന്നുണ്ടോ ഇത് പണിയോ എന്നൊക്കെ എനിക്ക് അറിയത്തില്ല. പക്ഷെ തെങ്ങൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ, അപ്പം നോക്കുന്നുണ്ടാവുമായിരിക്കാം ആളുകൾ.
പക്ഷെ ഇങ്ങനെ നല്ലോണം പെയിൻ്റൊക്കെ ചെയ്ത് നല്ലോണമൊക്കെ നിന്ന ആളുകൾക്കൊക്കെ വന്ന് കാണാനും കേൾക്കാനൊക്കെ ആയിട്ട് നിന്നാൽ നല്ലൊരിതായിരിക്കും. ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ അത് ഉപകാരപ്പെടും. പക്ഷേ ഇപ്പം അങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. പൈതൃകമാണ്, ഒരു ഓർമ്മയാണ്. രാജാക്കന്മാരൊക്കെ വന്ന് വിശ്രമിക്കുകയും യുദ്ധത്തിന് വരികയും ഒക്കെ ചെയ്യുന്ന സമയത്ത് വിശ്രമിക്കാനും ഒക്കെ എടുക്കുന്ന കൊട്ടാരമായിരിക്കും അല്ലേ? ബീച്ച് പാലസ്. MI-80 ആണ് മീഡിയം ടർബൻ. ഇത് ഒറിജിനൽ ഹെലികോപ്റ്ററാണ്. അന്ന് ഒരുപാട് ഓടിയതും ഒരുപാട്, അതായത് മെയിൻ പ്രധാനമന്ത്രി അങ്ങനെയൊക്കെയുള്ള പ്രധാന ആളുകൾ സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് അല്ലേ? 1972-ലാണിത്. IAF 1972 45 years ഓൾഡ് ഇൻ M80 ഹെലികോപ്റ്റർ. M80, a medium tin turbine assault helicopter, was included into the Indian Air Force in 1972. IAF 45 years old incoming aircraft labeled medium left. M80 attack and യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ട്രിവാൻഡ്രത്ത് വന്ന സമയങ്ങളാണ് 2017 ഇവിടെ വന്നിട്ട് ഞാൻ 2021 ഇവിടുന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ 2017, 18, 19, 20, 21, അതായത് 4 വർഷം ഞാനിവിടെ ഉണ്ടായിരുന്നു. ശ്രീലങ്കൻ ഓപ്പറേഷനിൽ ഉപയോഗിച്ച 1987 സിയാച്ചിൻ ഗ്ലാറിസ് ഓപ്പറേഷനിലും 1989, അതായത് 87, 89 സിയാച്ചിനിലും ഓപ്പറേഷൻ നടത്തിയതാണ്. ശ്രീലങ്കൻ വാർ ഉണ്ടായ ടൈമിനു ഇത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലുള്ള. അതെ അതെ, അത് അതിന്റെ സമയം കഴിഞ്ഞപ്പോ അതിനെ ഇവിടെ പ്രതിഷ്ഠിച്ചേക്കണേ. പട്ടിനെ നോക്കേ, പട്ടിയാണ് ഇതിന് കാവലി. അത് ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ടർബനാണ് ഇതിൻ്റെ ബോംബ്. അതായത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഒരു ബോംബ് വർഷിച്ചാൽ ഏകദേശം ഒരു 5 ലക്ഷം ചതുരശ്ര സ്ഥലങ്ങൾ നശിച്ചു. ഇതിലും ഹെവി അല്ലേ ഇപ്പൊ ഉപയോഗിക്കുന്നത്? ആര്? അത് മറ്റേ കണ്ണൂരല്ലേ? പാലക്കാട്. അത് ഹെലികോപ്റ്റർ, അത് വേറെ എയർഫോഴ്സ് തന്നെ. അത് ഇതല്ല, വേറെ ഏതാണ്. അപ്പൊ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആണിത്. M80 ടർബൻ. ശംഖുമുഖത്താണ് കേട്ടോ, ഞങ്ങളിപ്പോ ഉള്ളത് ശംഖുമുഖത്താ, തിരുവനന്തപുരം ശംഖുമുഖത്താ. ഇനി വേറെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മത്സ്യകന്യകനെ ഇവിടെ എന്ത് ചെയ്തിട്ട് മത്സ്യകന്യകയുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇവിടെ പണിതിട്ടുണ്ട്. നമുക്കിനി അത് കാണാം. 2 യുദ്ധം കവർ ചെയ്ത ഒരു ഹെലികോപ്റ്ററാണ് ഈ കാണുന്നത്. അതായത് 2 യുദ്ധം കഴിഞ്ഞ് വന്ന് കിടക്കുന്ന ഒരു ഹെലികോപ്റ്ററാണിത്. അതായത് ഇപ്പം ശ്രീലങ്കയിലും സിയാച്ചിൻ ഹിമാലയ. പക്ഷെ ഇപ്പം കേടുപാടുകളൊക്കെ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും കാണാനായിട്ട് ഇവിടെ പ്രതിഷ്ഠിക്കുന്നു. അവസാനത്തെ എന്താണ് സ്മാരകമായിട്ട് വന്ന് കിടക്കുക. ചക്ക് നിന്നൊരാള് നോക്കിയേക്കണൊക്കെ ചെറുത്. ടാറ്റ. വാ വാ. കിടക്കുന്ന രൂപമാണ്. ഒരു സ്ത്രീയുടെ
ഭാഗം മാറിടം എല്ലാം ഉള്ള ഒരു ആർട്ടിഫിഷ്യലാണ്. പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളതാണ്. ശംഖുമുഖത്ത് മത്സ്യകന്യകയാണ്. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കും. മത്സ്യകന്യക കടലിൽ നിന്ന് കയറി ശാന്തമായി ഭഗവാൻ സൂര്യനെ പ്രസാദിച്ച് ഒരു ശാന്തത എടുക്കുന്ന ഒരു രൂപമാണ് കേട്ടോ ഇത്. കടലിൽ നിന്ന് കയറി ഭഗവാനെ പ്രാർത്ഥനയോടുകൂടി ശാന്തതയിലിരുന്ന് റിലാക്സ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു രൂപമാണ് ഇത്. അതെ 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 അതെ, അടിപൊളി അല്ലേ? ഇത് നിർമ്മിച്ചതാരാണെന്ന് അറിയാമോ? കാനായി കുഞ്ഞിരാമൻ. ഞങ്ങളുടെ നാട്ടുകാരനാണ്, എറണാകുളംകാരനാണ്. കാനായി കുഞ്ഞിരാമൻ സാറാണ് ഇത് ഈ ശില്പം നിർമ്മിച്ചത്. അവിടെ ഉണ്ടല്ലോ എൻ്റെ ബോർഡ്. ഞാൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള. അതെ, കുഞ്ഞിരാമൻ സാറിൻ്റെ ആണ്. കുഞ്ഞിരാമൻ നിർമ്മിച്ചത്. കോൺക്രീറ്റാണ്, കംപ്ലീറ്റ് കോൺക്രീറ്റിൽ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ കളർ, പെയിൻറ്റിൻ്റെ കളറ് പോയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പെയിൻറ്റിങ് അല്ലേ, കോൺക്രീറ്റിൽ തേച്ച് ചെയ്തിട്ട്. അത് ചിപ്പിയില്ലേ നമ്മുടെ, എന്തെന്നാ അതിനെ പറയണ, നീ ഇപ്പം തൊട്ടിരിക്കുന്ന സംഭവത്തിന് എന്താ പറയണത്? അതായത് എന്താണ്, കക്കയുടെ അകത്താണ് പുള്ളിക്കാരത്തി. അതിൻ്റെ ഉള്ളിലാണ് റിലാക്സ് ചെയ്യുന്നത്. നോക്ക്. ഹെയറൊക്കെ ഉണ്ടോ നല്ല? അപ്പുറത്ത് ഹെലികോപ്റ്ററും. അതായത് 2009 കാലയളവ് തൊട്ട് ഇപ്പം 2024 ഇത് 2024 2009 കാലയളവ് തൊട്ട് 2017 21 24 കാലയളവ് തൊട്ട്, അതായത് ഏകദേശം 2009 തൊട്ട് ഞാൻ ഒരുപാട് വേദനിച്ചിട്ട് ഒറ്റയ്ക്ക് വന്നിരുന്ന് ഒരുപാട് വേദനിക്കുകയും ഇവിടെ കിടന്ന് ടർക്കി വിരിച്ചിട്ടിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുകയും ഇവിടെ വന്ന് ശാന്തി എടുക്കുകയും ഒരുപാട് വേദനിച്ച സ്ഥലമാണ് ഈ ഇത്രയും സ്ഥലം എന്ന് പറഞ്ഞാൽ. ഞാനിവിടെ, അതായത് അവിടെയൊക്കെ ഞാൻ ടർക്കി വിരിച്ച് കിടന്നിട്ടുണ്ട്, ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. ഒരുപാട് എൻ്റെ വേദനകളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വന്നിരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എനിക്കത് പറയാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. ഇതിൻ്റെ തൊട്ട് ബാക്കിലെന്ന് പറഞ്ഞാൽ ശംഖുമുഖത്ത് അമ്പലമാണ്. ഒരു വർഷം വരെ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്രതമെടുത്ത് അമാവാസി നാളിൽ വ്രതമെടുത്ത് ഞാൻ ഈ ശംഖുമുഖത്ത് അമ്പലത്തിൽ വരുമായിരുന്നു. അപ്പം അതിന് മുമ്പൊക്കെ ഞാനിവിടെ എന്തെങ്കിലും വേദനയും പ്രയാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് ഒരുപാട് നാൾ ഇവിടെ വന്ന് ഇരിക്കുകയും വിഷമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാനും കണ്ണനുമായിട്ട് ഇവിടെ വരുമ്പോൾ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പം
എനിക്ക് വിഷമങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ മുമ്പിലുണ്ട്. എങ്കിലും ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് ഇന്ന് കുടുംബമായിട്ട് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാനും, രാവിലെ കർക്കിടക മാസമായിട്ട് 1-ാം തീയതി അമ്പലത്തിൽ വരാനും, ഇവിടെ സ്പെൻഡ് ചെയ്യാനും, പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ശാന്തി എടുക്കാനും, ഫുഡ് കഴിച്ച് ഇവിടെ വന്ന് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഭാഗ്യം, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുപാട് ഭാഗ്യമായിട്ട് ഞാനത് കരുതുന്നു. പിന്നെ അല്ലാണ്ട് ഞങ്ങൾ 2 പേരും കൂടെ വന്നിട്ടും വേദനിച്ച് വന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ ഒരുപാട്. അതിൽ നിന്നെല്ലാം ഞങ്ങളെ റിലീസ് ചെയ്തു. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ റിലീസ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടെ ഒരുപാട് കാണാൻ നല്ല രസമാണ്. ഇവിടെ പൂവരിശിൻ്റെ ഒക്കെ മരങ്ങളുണ്ട്, അവിടെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. കമിതാക്കളും പ്രണയികളും ഒക്കെ വന്നിരുന്ന് അവരവരുടെ ലൈഫ് സ്റ്റോറി എൻജോയ് ചെയ്യുമ്പോൾ ഞാനിവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വേദനയുമായിട്ട് വന്നിരുന്നിട്ടുണ്ട്. നീറിപ്പുകയുന്ന വേദന. ആ സമയത്തൊക്കെ ഒരുപാട് കൈ നോക്കുന്ന ആളുകൾ ഒക്കെ വന്നിരുന്നിട്ട് എനിക്കിവിടെ വെച്ച് എന്നെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായിരുന്നു, ഞാൻ എന്താണ് അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. രാവിലെ എന്തായാലും കർക്കിടക മാസമായിട്ട് ഇവിടെ വന്നു. ആറ്റാലമ്മയെ തൊഴുതു, പഴവങ്ങാടി ഗണപതിയെ തൊഴുതു, കൊട്ടാരക്കര ഗണപതിയെ തൊഴുതു. അങ്ങനെ ഇന്നെല്ലാം കൊണ്ട് വന്നു. ഇപ്പോൾ ശംഖുമുഖത്താണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം നേരെ ശംഖുമുഖത്തിൻ്റെ അമ്പലത്തിലേക്ക് പോകുന്ന എൻട്രി ഉണ്ട്. കാരണം അതും കൂടെ ഒന്ന് എടുക്കണം കേട്ടോ വീഡിയോയിൽ. എൻട്രി എടുക്കണം, അവിടെ ഇരിക്കുന്ന ശംഖുമുഖത്ത് അമ്മേനെ കൂടെ എടുക്കണേ. ഓക്കെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹായ് എല്ലാവർക്കും എൻ്റെ എത്രയും വിഷമങ്ങൾ പറഞ്ഞെങ്കിലും 7000-ത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നമ്മളെ കൂടെ ഉണ്ട്. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഐ ലവ് യു. പിന്നെ ഇനി ലവ് യു ടു ഓൾ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. 4 വർഷമായിട്ട് അവൻ എന്നെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്തായാലും ഇന്നലെ അവൻ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വന്നു. അനീഷ് മാത്യു. അപ്പോൾ അനീഷ് മാത്യുവിനും ഒരു ഹായ്. വളരെ സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളെടുത്ത് വന്നത്. അപ്പം അനീഷ് മാത്യുവിനും ഒരു ഹായ്. അവൻ്റെ ഭാര്യയുടെ പേര് ജൂലി. 2 മക്കളുണ്ട്, അവർക്കും ഒരു ഹായ്. ഇതാണ് ശംഖുമുഖം ദേവി ക്ഷേത്രം. വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഇരിക്കുന്ന പാർവതി മാതാവാണ്. അമ്മ കടലിലേക്ക് നോക്കി വളരെ ശാന്തമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് എൻട്രൻസ്, അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് ആണിത്. ഇത് ഒരു നല്ലൊരു ഏരിയയിലാണ് ഈ അമ്പലം ഇരിക്കുന്നത് തന്നെ. അമ്മയുടെ ഒരു രൂപം വളരെ മനോഹരമായിട്ട് തന്നെ പണിത് വെച്ചിട്ടുണ്ട്. കണ്ട, ഇതാണ് ശംഖുമുഖത്ത് ഇരിക്കുന്ന പാർവതി മാതാവ്. വളരെ ശാന്തതയായിട്ടാണ് പുള്ളിക്കാരത്തി ഇവിടെ ഇരിക്കുന്നത് കേട്ടാ. വളരെ സമാധാനത്തിനാണ് പുള്ളിക്കാരത്തി ഇരിക്കുന്നത്. എന്താ അമ്മയുടെ മുഖം കണ്ട, അമ്മയുടെ മുഖം കണ്ട. വളരെ ശാന്തതയും സന്തോഷവും സമാധാനമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് ശംഖുമുഖത്തമ്മ, പാർവതി മാതാവാണ്. അമ്മയുടെ കൂടെ സിംഹം, നരസിംഹം ഉണ്ട് കൂടെ. കണ്ട, ശംഖുമുഖത്തമ്മയുടെയൊക്കെ എടുത്തോ, എൻട്രൊക്കെ അവിടെയൊക്കെ എടുത്തോ. അപ്പോൾ ഒരുപാട് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഏതെല്ലാം അവസ്ഥയിൽ കൂടെയാണ് പോയത്, ഏതെല്ലാം പ്രതിബന്ധങ്ങളിൽ കൂടെ പോയപ്പോഴും എനിക്കിങ്ങനെ ഇതുപോലെ ചിരിച്ചിരിക്കാൻ പറ്റിയത്. ഞാൻ ഇവിടെയൊക്കെ വന്നിരുന്ന്
ഒരുപാട് എൻ്റെ മൈൻഡിനെ റിലാക്സ്ഡ് ചെയ്യുമായിരുന്നു. മൈൻഡ് ഓക്കെ ആക്കി എടുക്കാനാണ്, ടെൻഷനൊക്കെ മാറാനൊക്കെയാണ് ഞാൻ ഇവിടെ വന്ന് തനിയെ വന്നിരിക്കും കേട്ടോ. അവരുടെ കൂടെ ഒന്നും അല്ല വന്നിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും വന്നിങ്ങനെ ഇരിക്കും ഞാൻ. അപ്പൊ ഞാൻ ചോദിക്കണത് ഒറ്റപ്പെടലിന് ഇപ്പൊ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ ചക്കുവിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം വന്നപ്പോ ചക്കു അനുഭവിച്ച വേദനയിൽ ആരും ഉണ്ടായില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ട് നടക്കുന്നുണ്ടല്ലോ വേദനയോടെയും. ഭർത്താവ് പോയവരും ഭാര്യ പോയവരും നടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്താ കണ്ണം പറഞ്ഞു വരുന്നതിന്റെ സാരം എനിക്ക് മനസ്സിലായി. കാരണം ഞാനുണ്ടല്ലോ, അതായത് പലപ്പോഴും ഞാനിങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ഇങ്ങനെ വേദനിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ശരീരം സൂക്ഷിക്കാനും എന്നെ സൂക്ഷിക്കാനും ഞാൻ വളരെ അധികം പാടുപെട്ടു. എന്ന് വെച്ചാൽ വളരെ അധികം ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യും, അങ്ങ് ഭദ്രകാളിയാവും. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന എന്നോടൊന്നും മിണ്ടാൻ വരുന്ന ആളുകളോട് പോലും ഞാൻ ഭയങ്കരമായി എന്നോടുള്ള ആ ദേഷ്യവും ഇതൊക്കെ ഞാൻ അങ്ങ് എടുക്കുമായിരുന്നു. നല്ലോണം ചീത്ത വിളിക്കുമായിരുന്നു. എനിക്ക് ദേഷ്യം വന്നാൽ നല്ലോണം ചീത്ത വിളിക്കും. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ എറണാകുളത്തൊക്കെ ജോലി ചെയ്യണ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പാർക്കിലൊക്കെ പോയിട്ട് ഇരിക്കുമ്പോൾ ഈ ആണുങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്കാണെന്ന് കാണുമ്പോൾ എന്നെ ഫോളോ ചെയ്ത് വന്നിട്ട് ഈ ഫോൺ നമ്പറുകളൊക്കെ എഴുതിയിട്ട് എൻ്റെ കൂടെ വന്നിട്ട് എന്ത് ചെയ്തിട്ട് എൻ്റെ ഓട്ടോറിക്ഷയിലൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒഴിഞ്ഞു മാറി വരും തോറും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ നമ്പറൊക്കെ വന്നിങ്ങനെ വലിച്ചെറിഞ്ഞ് വിടുമ്പോൾ എവരുടെ ധാരണ ഞാൻ അത് എടുത്തിട്ട് അവരെ വിളിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അവരുടെയൊക്കെ ധാരണ. പക്ഷേ ഞാൻ ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയൊക്കെ ചെയ്ത ആളുകളെ കോളറിനൊക്കെ പിടിച്ചിട്ട് ഞാൻ തല്ലിയിട്ട് ആളുകളെ മുമ്പിൽ കൂടെ തല്ലുകയും ചെയ്തിട്ടുണ്ട്. ആളുകളെ മുമ്പിൽ കൂടെ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഉള്ള കാര്യം കേട്ടോ. ഞാൻ എനിക്ക് പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ പറയണത്, എന്നെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇന്നും എലന്തൂർ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കുക, കാരണം ഞാനും ഇങ്ങനെ വന്നിരുന്നപ്പോൾ എന്നെയും ആണെങ്കിൽ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ കൊണ്ടുവരും. പക്ഷേ പലപ്പോഴും നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫാദർ മരിച്ച വീഡിയോസിലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അടുത്ത് വളരെയധികം മോശമായിട്ട് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ അമ്മ വളരെയധികം രീതിയിൽ അവിടെ ഗുണ്ടായുസം കാണിക്കുക, ആളുകളെ അവിടെ വെക്കുകയും ഞങ്ങൾ ചെന്ന സമയത്ത് ബോഡി കാണിക്കാനൊക്കെ വളരെ ഗുണ്ടായുസം കാണിച്ച സമയത്തും പെറ്റതള്ള എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ഞാൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ വേദനിച്ചിട്ടുണ്ടോ, ഉറങ്ങാനോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അലയുകയാണോ തിരിയും, ഇതൊന്നും അവർക്ക് നെവർ മൈൻഡ് ആണ് അവരുടെ രീതി. ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ അവിടെ ചെന്നാലും ഞാനും നെവർ മൈൻഡ്, ഞാനും ഒന്നും അവരോട് നീന്നില്ല പറയുന്നില്ല. ഞാൻ അവിടെ ചെല്ലും, കുളിക്കും, തിരിച്ചു പോരും. ചിലപ്പോൾ ചായ തരും, ചിലപ്പോൾ തരാതെ വരും. അങ്ങനെ ചിലപ്പോൾ വിശന്നിട്ടുണ്ടാവും, ചിലപ്പോൾ കയ്യിൽ വണ്ടിക്കൂലിയില്ല. പക്ഷെ ഇന്ന് വരെ ഞാൻ അവരുടെ മുമ്പിൽ ഇറന്നിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ആ സിറ്റുവേഷൻസ് അവരോട് ചോദിച്ചിട്ടില്ല. കാരണം നമ്മൾ ചോദിച്ചിട്ടും കാര്യമില്ല, അവർ തരത്തില്ല. പക്ഷെ എന്നെ വേറെ രീതിയിൽ ദൈവം എനിക്ക് പല രൂപത്തിൽ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടോ. ചിലപ്പോൾ ഞാൻ തലേദിവസം ഉറക്കളച്ചും ഇതുപോലെ അനവധി ദിനരാത്രങ്ങൾ ഇവിടെയൊക്കെ ഉറങ്ങാതെ ഒക്കെ ഇരുന്നിട്ടും പട്ടിണിയൊക്കെ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ ചെന്നാൽ പോലും ചിലപ്പോൾ വേറെ സീനിലായിരിക്കും ഞാൻ വരിക, ഭക്ഷണം പോലും ഇല്ലാതെ. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഞങ്ങൾ കഴിക്കാണ്ട് അവിടെ നിന്ന് പോരുമ്പോഴും ഭക്ഷണം ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളെ നിർബന്ധിച്ചിട്ട് കെട്ടിപ്പൊതിഞ്ഞ് ഞങ്ങൾക്ക് തന്നിട്ടാണ് തിന്ന കാര്യങ്ങളൊക്കെ അവർ വിളിച്ചോളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളോട് എനിക്ക് ഒട്ടും താല്പര്യം. കാര്യം അവരെന്ത് മാതൃത്വമാണ് നിങ്ങൾ പറയുന്നത്. കാരണം ഇവിടെ കിടക്കുന്ന മത്സ്യകന്യക, അവിടെ കിടക്കുന്ന ശംഖുമുഖത്തമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും സ്നേഹിക്കുന്നുണ്ട് ശംഖുമുഖത്തമ്മയെ. ഇവിടെ ഇരിക്കുന്ന ഈ മത്സ്യകന്യകയും ഈ കടലിനെയും ഈ ശംഖുമുഖത്തമ്മയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് നാൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് അമ്പലത്തിൽ പോയി തൊഴുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അമാവാസി പൗർണമി ദിവസങ്ങളിലൊക്കെ വ്രതം എടുത്ത് വന്നിട്ട് ഞാൻ ഈ ശംഖുമുഖത്ത് ഈ അമ്മയുടെ നടയിൽ നിന്ന് ചോറ് കഴിച്ചിട്ടുണ്ട്, വ്രതച്ചോറ് കഴിച്ചിട്ടുണ്ട്, പടച്ചോറ് കഴിച്ചിട്ടുണ്ട്, എല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നും അവരെ സ്നേഹിക്കും. കാരണം എന്തുകൊണ്ട്, ഞാൻ ഇവിടെ ഇരുന്നാലും ഞാൻ എൻ്റെ അമ്മയുടെ മടിത്തട്ടിലാണ് ഇരിക്കുന്നത്. അതാണ് എൻ്റെ ദേവി. കാരണം ഇവിടെ ഇരിക്കുന്ന ആ ദേവിയാണ് എൻ്റെ മകളാണ് ഞാൻ, എൻ്റെ അമ്മയാണ് അവരുടെ മടിത്തട്ടിൽ വന്നിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആണ്. കാരണം ഞാനിപ്പോൾ ഇന്നലെ തുടങ്ങി ഞാനും കണ്ണനും കൂടെ മഴ നനഞ്ഞ് ഞങ്ങൾ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്ത് ഇടയ്ക്ക് ടയേർഡായി ഒത്തിരി ഞങ്ങൾ യാത്ര. അതിൻ്റെ ഇടയ്ക്ക് കണ്ണന് അരിശവും കൂടെ വന്നു, മഴയും കൂടെ വന്നു. പക്ഷെ ഇന്ന് കണ്ണന് എനിക്ക് ഭയങ്കര ടയേർഡാണ്, കണ്ണൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഇന്ന് മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥ. അന്നേരവും ഞാനിങ്ങനെ പറഞ്ഞു കാലാവസ്ഥയൊക്കെ അനുകൂലമാകണേ, എന്നാലല്ലേ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ തരാനും ഞങ്ങൾക്ക് തൊഴാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ അന്നൊക്കെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, വേദനിച്ച് ഞാനിവിടെ വന്നിരുന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഇരിക്കുമ്പോഴും ഉണ്ടല്ലോ ആ അന്നത്തെ അത് ഞാൻ മറക്കണില്ല ഒരിക്കലും. ഒരുപാട് ഇനി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ.